എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാലത്ത് 6:30, നമ്മുടെ നാട്ടിലത്തെ പോലെ 6:30ക്കും 6 മണിക്കൊന്നും എണീറ്റ് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഇന്നലെ താമസിച്ച നമ്മുടെ പെട്രോൾ പമ്പ് മുതലാളിയുടെ ഓഫീസിൻ്റെ ബാൽക്കണിയിൽ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ കോലം. പയ്യെ ഇവിടെ നിന്ന് എണീറ്റ് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. പെട്രോൾ പമ്പിൽ പോയി ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ നമ്മൾ മലയാളി ഹോട്ടലിൽ താഴെയുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പോവാണ് കേട്ടോ. ഗൈസ്, ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100-120 കിലോമീറ്റർ പോയിട്ടുണ്ട് എന്നുള്ളത്. അത് തെറ്റായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പിന്നെ ഞാനൊരു മറയിൽ നിൽക്കട്ടെ, തണുത്ത കാറ്റടിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഇന്നലെ ആകെ കൂടി 78 കിലോമീറ്റർ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ. ആകെ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു ഹംപി 82 കിലോമീറ്റർ എന്നൊരു ബോർഡ് വായിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ താമസിച്ച ഹംപിയിലല്ലായിരുന്നു, നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ 100-120 കിലോമീറ്റർ ചവിട്ടിയിട്ടില്ല, ആകെ 78 കിലോമീറ്റർ ചവിട്ടിയിട്ടുള്ളൂ കേട്ടോ. വെള്ളം കുടിക്കാണ്ടേ കാലത്ത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി വിജാപൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മെയിൻ സിറ്റിയാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്. ഇവിടുന്ന് ഒരു 100-140 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 130 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് പയ്യെ നീങ്ങാം കേട്ടോ. വീഡിയോന് കണ്ടിന്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ കാരണം കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഈ സമയത്ത് വീഡിയോ എടുക്കാറില്ല. എല്ലാം പാക്ക് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ സൈക്കിളിലേക്ക് കണ്ട, സൈക്കിളിൽ ഒരു സാധനമില്ല, ഇതിലൊന്നുമില്ല. ബാക്കിലത്തെ ബാഗ് കണ്ട, ബാക്കിലൊന്നുമില്ല, ഒരു സാധനമില്ല കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്തുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാറില്ല. പക്ഷേ കമൻറ്റ് 1-2 പേരും ഉണ്ട്, കണ്ടിന്യൂറ്റി തോന്നണില്ലാന്ന്, അതുകൊണ്ടാണ് കേട്ടോ. സോ പാക്ക് ചെയ്തിട്ട് പയ്യെ ഇറങ്ങട്ടെ കേട്ടോ. ഇന്നത്തെ കോസ്റ്റ്യൂം എൻ്റെ ഇതാണ്. തണവുണ്ട്, ഷോർട്സ്, അതുപോലെ തന്നെ ബനിയൻ ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ജേഴ്സി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് പയ്യെ അവിടെ നിന്ന് നീങ്ങാം ഗൈസ്. നമ്മൾ പയ്യെ റൈഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാലത്ത് തന്നെ ഇന്നെന്തായാലും ഒരു 130 കിലോമീറ്ററിനും പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. 78-ഉം 65-ഉം ഒക്കെ ഭയങ്കര കുറവാണ്. എന്നത്താനെ കാശ്മീർ ഇന്നലെ രാത്രി ചെറിയൊരു ഇഷ്യൂ അല്ല, ഒരു സന്തോഷം ഉണ്ടായി കേട്ടോ. കാരണം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ ഡൗൺ ആവും കേട്ടോ. വീട് വിട്ടിറങ്ങിയിട്ടാണ് 10-15 ദിവസമായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണതും വീഡിയോസ് കുറേ പേര് കാണുന്നതൊക്കെയാണ് നമ്മൾ മെൻ്റലി കുറച്ചൊന്ന് മോട്ടിവേറ്റ് ആക്കണത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നോർമലി സാധാരണ പോലെയാണ്, വലിയ ഹൈക്കും കാര്യങ്ങളൊന്നുമില്ല. ആരും പ്രത്യേകിച്ച് എക്സ്ട്രാ ആരും വന്ന് കാണണമെന്നില്ല, സ്ഥിരമുള്ള ആൾക്കാരെന്നെ കാണണം. പക്ഷേ ഇന്നലെ ഒരു സുഹൃത്ത് മെയിൽ അയച്ചു എനിക്ക്. ആൾ UK-ലോ പുറത്തെവിടെയാണ്, ഇന്ത്യയിലല്ല ആളെന്തായാലും. അപ്പോൾ ആൾ പറഞ്ഞു, എടാ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് തായോ, എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പരിചയമില്ലാത്ത ആളാണ് കേട്ടോ, എനിക്ക് മുൻകൂട്ടി ഒരു പരിചയമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അക്കൗണ്ട് ഡീറ്റെയിൽ ഒന്നും അങ്ങനെ തരാം ഇല്ല ബ്രോ, കുഴപ്പമില്ല, സോറി, അങ്ങനെ വരില്ല. അല്ലടാ, ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നതാ. അങ്ങനെ കുറേ ഞാൻ അങ്ങനെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചു കൊടുത്തു കേട്ടോ. അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചു കൊടുത്തപ്പോൾ ആൾ കുറച്ച് കാശ് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നീ 2 ദിവസം എവിടെയെങ്കിലും ഹോട്ടൽ റൂമിൽ താമസിച്ചോ, ലൈക്ക് അങ്ങനത്തെ ഒരു കെയറിങ്, അല്ലെങ്കിൽ നീ കുറച്ച് കാശ് കയ്യിൽ വെക്കി, ചിലവുകൾ വരണതല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമായി. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു അനിയനെ പോലെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിട്ടാ. ഈ യാത്ര എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു യാത്രയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തതിലുള്ള വലിയൊരു യാത്രയാണ്, കേരള ടു കാശ്മീർ. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെ സംസാരിച്ച് തന്നപ്പോൾ എന്താ പറയുക, ഞാനൊരു 100 രൂപ പോലും ഒരാൾക്ക്, പരിചയമില്ലാത്ത ഒരാൾക്ക് വഴി പോകണം അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ മൈൻഡ് സെറ്റൊന്നുമില്ല. പക്ഷേ എന്തോ അങ്ങനെ ആൾ തന്നു. അപ്പോൾ ഞാൻ ഈ യാത്രയിൽ നല്ലതും ചീത്തയും എന്ത് സംഭവിച്ചാലും വീഡിയോയിൽ ഷെയർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂർ മോശനപ്പോൾ ഉണ്ടായി, അത് ഷെയർ ചെയ്തു. ഒരാളുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്തു, കോത്തി രാജയുടെ. അപ്പോൾ അങ്ങനെയാണ് യാത്ര വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് പയറാണോ മുതിരയാണോ?
ഇത് പയറാട്ടാ അല്ലേ, പയറാണ്. പയർ അവർ വേർതിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു മെഷീനിൽ ഇട്ടിട്ട് പയറും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളും വേർതിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നോക്കിയേ, കണ്ടോ നമ്മുടെ പയർ ആ മെഷീനിലിട്ടിട്ട് വേർതിരിക്കുക. വാവ്, അതെ. ആ ചേച്ചി എന്തോ ഓളിടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കണ്ടെന്നാണോ എന്തോ ഓളിടുണ്ടായിരുന്നു. ഇതുപോലെ റോട്ടിൽ ഒരു ചേച്ചി ഹൈറ്റിൽ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ നിലത്തേക്ക് ഇടുന്ന അടിയിൽ ഒരു ഫാൻ വയ്ക്കും. അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത സാധനം, ഭാരമില്ലാത്ത സാധനം ഫുള്ള് പറന്നു പോകുമല്ലോ അതിൻ്റെ പൊറ്റയൊക്കെ. അങ്ങനെ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ മെഷീൻ, പ്രോപ്പർ മെഷീൻ വെച്ചിട്ടാണ്. മറ്റോണം ചെയ്യുന്നതും ഉണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാ നമ്മുടെ വറ്റൽ മുളകില്ലേ, ഇതൊക്കെ റോഡ് അടിച്ചു വാരി സർവീസ് റോഡ്. അത് ബസ് സ്റ്റോപ്പ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് ഉണക്കണം അതൊക്കെ സാധനം. ഒക്കെ റോഡ് സൈഡിലാണ്, ഹൈവേയുടെ സൈഡിലാണ്. അങ്ങനെ അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമില്ല. ഫ്രണ്ട് ആ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവരെയും കാട്ടാണ് കേട്ടോ. ഹായ്. ആ 4, 5, 6 പേരുണ്ട് കേട്ടോ വീഡിയോ കോളില്. ഇവര് കുറേ നേരമായി എൻ്റെ ഒപ്പം. ആ ഹിന്ദിയോ? ആ കേരള സേ കാശ്മീർ जा रहा है. അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. दो हफ्ता में आएगा. हाँ थैंक यू इतना दूर क्या काम है? ठीक है। हाँ क्या तो है? हाँ क्या करने के लिए? काश्मीर उधर मेरा दोस्त है, काश्मीर है. काश्मीर दोस्त है? हाँ दोस्त देखने के लिए, दोस्त के लिए. हाँ ഓക്കെ. എൻ്റെ പൊന്നെ, ഒരു ഹൈവേയില് നോക്കിയാ ഡെലിവറിയുടെ ട്രക്ക് പോണത്. ഇവരുടെ വീഡിയോ കോൾ കഴിഞ്ഞില്ലേ? വീഡിയോ കോൾ ചെയ്തിട്ട് നാട്ടുകാരെ അവരുടെ കൂട്ടുകാരെ മുഴുവൻ കാട്ടുന്നുണ്ടല്ലോ. സമയം ഇപ്പോൾ 11:45 ഓരോരോ പൊട്ടന്മാർ ഹീറോ ഹോണ്ട ബൈക്കും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, വരവ് കണ്ടാൽ പേടിയാവും. ഇതേ അടുത്ത ആൾക്കാർ വരുന്നേ. നമ്മളിപ്പോൾ പോവാൻ പോണത് നമ്മുടെ കൃഷ്ണ റിവർ ക്രോസ് ചെയ്യാൻ പോകട്ടെ. കൃഷ്ണ റിവർ എന്ന് പറയണത് 3rd ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് റിവറാണ് കേട്ടോ കൃഷ്ണ റിവർ. അവിടെ അതേ ഒരു ഡാമൊക്കെ കാണാം. ഡാമിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. കേരള ടു കശ്മീർ जा रहे हैं, കന്നഡ नहीं आता. എൻ്റെ പൊന്നെ, അതങ്ങനെ കുറേ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അവർ പിന്നാലെ വരുന്നുണ്ട്. कन्नड़ आता नहीं आता क्या? वो कौन सा डाम है? लाल बहादुर शास्त्री. हाँ केरला कहाँ तक जा रहा हो? हाँ कश्मीर जा रहा. कितने दिन में? 2 हफ्ता. तीन आदमी है ഫ്രണ്ടില്. അവന്മാർ വന്ന കാരണം പറയാൻ വന്നൊക്കെ വിട്ടുപോയിട്ടാ. ഗൈസ്, നമുക്ക് അവിടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം നമുക്ക് അറ്റത്ത് കാണാൻ പറ്റും. ഗോപുരവിടെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ കൃഷ്ണ റിവറിൻ്റെ ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. കൃഷ്ണ റിവർ എന്ന് പറയുന്നത്, കൃഷ്ണ റിവർ ആക്ച്വലി
ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ് കേട്ടോ. തേർഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ്. എൻ്റെ പോലെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വേറൊരു റൂട്ട് കണ്ടു, ലാൽ ബഹദൂർ ശാസ്ത്രി ഡാമിൻ്റെ അവിടേക്ക്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം ഡാമിൻ്റെ അവിടേക്ക് പോകേണ്ട ഇതില്ല, പിന്നെ അങ്ങോട്ടേക്ക് കറങ്ങി തിരിഞ്ഞ് പോകണ്ടേ. ഇപ്പോൾ സമയം 11:45 നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയം ആയി തുടങ്ങി. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ ദാബയിലോ കയറേണ്ട സമയമായി. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച വന്ന കാരണം കാട്ടിയതാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ റിവർ ഒരു പുതിയ അറിവായില്ലേ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഗൈസ് കൃത്യം 12 മണി കേട്ടോ. കൃത്യം 12 മണി. വിജയ ചിത്രദുർഗ ധാബ എന്ന് പറഞ്ഞുള്ളൊരു ധാബ ഒരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അടിപൊളി സ്ഥലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഈ തണലത്ത് കുറച്ച് നേരം കെടുക്കാൻ പറ്റും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടോഡുട്ടൻ, എൻ്റെ പൊന്നെ ടോഡ് രക്ഷയില്ല കേട്ടോ. കിടല വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം. ചെറിയ എയർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ ചെറിയൊരു എയർ ലീക്ക് ഉണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കിടലനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂനെയിൽ എത്തിയിട്ട് സർവീസ് ചെയ്യാനാണ്. മുന്നേ പറയുന്നത് പോലെ സീറ്റാണ് ഇവൻ്റെ മെയിൻ. കിടിലൻ സീറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സീറ്റ് അടിപൊളിയായിട്ട്. അതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ടോഡിൻ്റെ TD 850. ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാ വീഡിയോസിനും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെളി ആയിട്ടുണ്ട് ഗൈസ്, ഒന്ന് തുടയ്ക്കണം കേട്ടോ. ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജീര റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ്. ഇവിടെ എടുക്കാൻ പറ്റും കേട്ടോ സുഖമായിട്ട്. നല്ല രസമായിട്ട് എടുക്കാം. നല്ല തണലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കില്ല. ഇന്ന് ഇവിടെ പൊങ്കൽ ആഘോഷം അങ്ങനെ എന്തോ പരിപാടി പറയുന്നുണ്ട് കേട്ടോ അവർ. പൊങ്കലോ എന്തോ ഇത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഹൈവേയിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ജീര റൈസ് ഓർഡർ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ വയറിന് പിടിക്കുമെന്നുള്ളത്. എന്തായാലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, ഫുഡ് വരട്ടെ. കാലത്തൊന്നും അങ്ങനെ മെയിനായിട്ടൊന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇഡ്ഡലിയോ വടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കും. പഴം കഴിക്കും കാലത്ത്. അങ്ങനെയൊക്കെ കാലത്ത് കഴിക്കുള്ളൂ. മെയിനായിട്ട് ഉച്ചയിലത്തെ ഭക്ഷണം മെയിൻ വരണത്. ഇന്നിപ്പോൾ പ്രോട്ടീൻ പൗഡർ എടുത്ത് തുടങ്ങണം. കാരണം ഇപ്പോൾ 2-3 ദിവസമായി പ്രോട്ടീനൊക്കെ എടുത്തിട്ട് കേട്ടോ. ചിക്കൻ ഐറ്റംസൊക്കെ കഴിച്ചിട്ട് കുറച്ച് അധികം നാളായി. 3-4 ദിവസം ആയിട്ടുണ്ടാവും. 2-3 ദിവസം എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. സോ അങ്ങനെ നമ്മുടെ ഭക്ഷണം വന്നിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ജീര റൈസ്. ഞാൻ ആദ്യമായിട്ട് ജീര റൈസ് കഴിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഞാനിങ്ങനെ ഒരു സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ. ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇതെന്ത് സാധനം പുതിയതൊന്നും ട്രൈ ചെയ്യാൻ വയ്യ കഴിച്ച. എനിക്ക് കക്കൂസിന്ന് എണീക്കാൻ നേരം കിട്ടില്ല. പക്ഷെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. എന്തപ്പം ഞാൻ ചെയ്യാം. കൊള്ളാട്ടോ ജീര റൈസ്. സോ ഇത് കഴിച്ചിട്ട് അവിടെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ വരുന്നത് കേട്ടോ. ഒരു 2:30 വരെയും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിലൊന്നും ഒതുങ്ങും. നല്ല കാറ്റുള്ള കാരണം വിയർപ്പില്ല കേട്ടോ. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കണം നമ്മൾ അറിയില്ല. സോ അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കണം കേട്ടോ. നമ്മൾ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് കേട്ടോ. സോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാം. അപ്പോൾ യൂട്യൂബ് में जॉयल जोशी. फोटो Kerala. Which days? How much days you will complete today? 2 hafta. 2 weeks. 2 months. 2 months. 2 months cycling. 2 months cycle already cycling. 15 days started. 15 days started. 2 months back home. पूरा ഗൈസ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ദാബേന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാം. All the best, brother. Thank you. Happy your journey. Thank you.
താങ്ക് യു താങ്ക് യു Happy journey. Fast come on. Thank you, thank you. Safe in go. യാ സേഫ് താങ്ക് യു Bye bye. താങ്ക് യു താങ്ക് യു What is it? Why happened there? What is it? ദാബയില് ഒരു വേട്ടാവളിയന് ഇവിടെ കിടക്കാൻ പാടില്ല അവിടെ കിടക്കാൻ പാടില്ല കട്ടിലുമേ സൈഡിൽ പോയി കിടക്കണം ആന കുതിര മയിലൊട്ടക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യ അവിടെ നിന്ന് നീങ്ങിയിട്ടാ അടുത്ത പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കിയിട്ട് 1 മണിയാണ് തലയുടെ മേലെയാണ് വെയിൽ സൂര്യൻ സോ അതിൻ്റെ ഇടയിൽ കണ്ടതാണ് ഫോട്ടോ എടുക്കൽ ഒരാൾക്ക് തംസപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്കും അതുപോലെ തന്നെ പിടിക്കാൻ പറയും കേട്ടോ എൻ്റെ അടുത്ത് ഓരോരോ ആഗ്രഹങ്ങളേ ഇതൊക്കെ നമ്മുടെ ട്രാക്ടർ വലിച്ചുകൊണ്ട് പോകുന്ന സാധനം കേട്ടോ 4-5 ഇത് കണക്ട് ചെയ്തിട്ട് എൻ്റെ പൊന്നെ ആ വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് നോക്കിയേ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഉള്ള പാടൊന്നും ആലോചിച്ച് നോക്കിക്കേ ഇതുപോലെ 4 എണ്ണമൊക്കെ വലിച്ചു കൊണ്ടു കേട്ടോ സോ അവിടെ ഒരു പമ്പ് കാണാൻ HP-യുടെ ഒരു 3 മണി വരെ എങ്ങനെയെങ്കിലും സമയം ഒന്ന് തള്ളി നീക്കണം കേട്ടോ ഉച്ചയ്ക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴേക്കും അവശ്യ നിലയിലാവും സമയം ഏകദേശം 4 മണിയായിട്ടാ 4 മണി വരെ നമ്മൾ ചവിട്ടി ഇപ്പോൾ ബോർഡറിൻ്റെ അടുത്ത് വല്ലയിടത്തും താമസിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ സൈക്കിളിലൂടെ ഇരിക്കട്ടെ ബോർഡറിൻ്റെ കർണാടക മഹാരാഷ്ട്ര ബോർഡറിൻ്റെ അവിടെ വല്ലയിടത്തും താമസിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ദാൽ ഫ്രൈയും ചപ്പാത്തിയും എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അത് തന്നെയാണ് കേട്ടോ ഇത് എന്നിട്ട് സെൻറ്റർ ഫ്രഷ് ഇത് 2 വാങ്ങാം കേട്ടോ ദാൽ ഫ്രൈയും ഇത് ചപ്പാത്തിയും ഇത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഭക്ഷണം അത് പാഴ്സൽ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല ഒരു ചെറിയൊരു ഫാമിലി ധാബ അതുപോലെ തന്നെ ടീയുടെ ഒരു സ്പോട്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് അത് പാഴ്സൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പെട്രോൾ പമ്പ് പിടിക്കാമല്ലോ കാരണം ഈ വഴിയിലൊന്നും ഒരു മനുഷ്യക്കുഞ്ഞില്ല കേട്ടോ ഒരാളുമില്ല ഒരു തേങ്ങയും ഉണ്ടാവില്ല കേട്ടോ ഫുഡും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുക്ക് ചെയ്യാനൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ 3 വട്ടം കുക്ക് ചെയ്തിട്ടുള്ളൂ ഒരു വട്ടം നമ്മൾ ഇവിടെ ചിത്രദുർഗയിൽ ആ കോത്തിരാജാനെ കണ്ടില്ലേ കോത്തിരാജാനെ അവിടെ റൂമിൽ വെച്ച് രാത്രി നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു ഡിന്നർ പിന്നെ നമ്മൾ കോയമ്പത്തൂർ വെച്ച് അണ്ണന്മാരുടെ ഒപ്പം കഴിച്ചു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല 2 വട്ടം അവിടെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങാൻ വന്നിരിക്കുക ഇവിടെ നിന്ന് കുറച്ചുകൂടി ഒരു 40 കിലോമീറ്റർ താഴെയുള്ളൂ 30 സംതിങ് ഉള്ളൂ ബോർഡർ മഹാരാഷ്ട്ര അപ്പോൾ ബോർഡറിൻ്റെ അവിടെ എല്ലായിടത്തും പെട്രോൾ പമ്പ് ഉണ്ടാവില്ല അവിടെ കിടക്കാമെന്ന് വിചാരിക്കും ടെൻ്റ് അടിക്കാൻ നോക്കട്ടെ ഓക്കെ 4.6 lakhs. യെസ് സബ്സ്ക്രൈബ് കറോ തുമാരാ ആയേഗാ സേ ഹായ് ഹായ് ബോൾ ഹായ് Hi guys. ചവിട്ടണേൻ്റെ സ്പീഡൊക്കെ കൂടി പണി പാളിയോന്ന് ഒരു സംശയമുണ്ട് കേട്ടോ ഒരു മനുഷ്യനും ഇല്ലാത്ത വിജയമായ സ്ഥലം ബോർഡറാണ് വിജയ്പുര കർണാടക മഹാരാഷ്ട്ര ബോർഡറാണെന്നുണ്ട് കേട്ടോ എൻ്റെ മോനെ പെട്രോൾ പമ്പും കാണാനില്ല ഹോട്ടലും ലോഡ്ജും ഒന്നും കാണാനില്ല കേട്ടോ ഫുള്ള് വിജനം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഊർജം എവിടെ നിന്നൊക്കെ കയറി വരും കേട്ടോ എത്ര വയ്യാണ്ടായാലും കാരണം രാത്രി കുടുങ്ങുമെന്ന് പേടി 14 കിലോമീറ്റർ ഏറ്റവും ലാസ്റ്റത്തെ പെട്രോൾ പമ്പ് കാണണേ നോക്കട്ടെ ഇപ്പോൾ ഒരു 1/4 മണിക്കൂറായി ചവിട്ടണു ആ ദാബേന്ന് കേട്ടോ വെള്ളമില്ല വെള്ളവും കഴിഞ്ഞു എൻ്റെ മോനെ സീൻ ഗൈസ് അവിടെ ഒരു HP-യുടെ പമ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇൻ്റർലോക്ക് ഫുള്ള് പൊളിഞ്ഞെടുക്കുക HP പണി തന്നു ഇനി അടുത്ത പെട്രോൾ പമ്പ് തപ്പണം എൻ്റെ അമ്മേ 5 മണി കഴിഞ്ഞ് താങ്ക് യു എൻ്റെ മോനെ വെള്ളം കിട്ടിയിട്ടാ പെട്രോൾ പമ്പ് കിട്ടിയിട്ടില്ല പെട്രോൾ പമ്പ് അടുത്തുണ്ടെന്നാ പറഞ്ഞേ ഭാഗ്യം വെള്ളം കിട്ടിയില്ല അത് മതി अच्छे
हाँ। सो जाओ, आराम से सो जाओ, प्रॉब्लम नहीं। प्रॉब्लम नहीं है। इधर से 1 किलोमीटर, यहाँ से 1 किलोमीटर हाँ। 2 साइड पेट्रोल पंप, 2 साइड सेम भारत पेट्रोलियम और इंडियन ऑयल। इंडियन ऑयल। ओके ओके ठीक। इंडियन ऑयल हाँ। अच्छा है, हाँ। रूम सोने के लिए जगह हाँ। बड़ा बड़ा है। बड़ा पेट्रोल पंप है। हाँ, बड़ा पेट्रोल पंप ओके। अच्छा है। हाँ हाँ ये क्या छोटा है, तुमको इधर सोने का होता है, मुश्किल होता है। मुश्किल होता है। हाँ, उधर अच्छा है, यहाँ से हाँ। निकल गए 1 किलोमीटर हाँ नहीं, ए आधा किलोमीटर। हाँ ओ हाफ किलो। ओके താങ്ക് യു സാർ. ഓക്കെ. HP-യുടെ ഭാരത് പെട്രോളിയം ഉണ്ടല്ലോ പെട്രോൾ പമ്പ്, ആ പമ്പിൽ നിന്ന് നമ്മളെ നൈസായിട്ട് വിട്ടു കേട്ടോ, ഇറക്കി വിട്ടു, ഒഴിവാക്കി വിട്ടു. ആള് പറഞ്ഞു ഇവിടെ സേഫാണ്, സേഫ്റ്റിയാണ്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ എടുക്കണോട് പറയുന്നത്. പക്ഷേ 1/2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്, അവിടെ കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട്, കുറച്ചുകൂടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, സ്ഥലമുള്ളത്. എൻ്റെ മുന്നേ രസാട്ടോ, എന്താണാവോ ഈ ഘട്ടങ്ങളിലൊക്കെ ചിരിക്കാൻ പറ്റുന്നതും വലിയൊരു ഇതാണ്. എൻ്റെ പുല്ല് 1 കിലോമീറ്ററിന് താഴെയുള്ളതെന്ന് പറഞ്ഞേ. അപ്പോൾ അവിടെ കിടക്കാം, നോക്കി നോക്കാം. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്. എനിക്കും ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കിടക്കാനേ താല്പര്യം കേട്ടോ. അവർ തന്നെ അവർക്ക് തന്നെ കുറച്ചുകൂടി ഒരു ഫെസിലിറ്റീസ് ഉള്ളൂ. HP-യുടെ പമ്പിൽ ഞാൻ അത്ര ഇതിൽ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ 800 കിലോമീറ്ററായി. ഇത്രയും കിലോമീറ്ററിൽ അവരെന്നെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ആ വീട്ടിൽ നിന്നൊക്കെ വിളിയോന്ന് തുടങ്ങി, എത്തിയില്ലേന്ന് ചോദിച്ചിട്ട്. സോ സമയം ഇപ്പോൾ 7 മണി. നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കേട്ടോ. ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചു. ഇതിൻ്റെ തൊട്ട് മേലെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിൾ അവിടെ വെച്ചു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റും. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് കേട്ടോ. നല്ല മൈ ഡിയർ ഉണ്ണികളാണ് കേട്ടോ. മാനേജർ എവിടെയാണെന്ന് ചോദിച്ചാൽ മാനേജറില്ലേ, ഫോൺ ഇവിടെ വെച്ചിട്ട് ആൾ എങ്ങോട്ട് പോയിരിക്കുകയാണ്. മാനേജർ ഉള്ളിലിരിക്കുക. ബാത്റൂം, നല്ല ബാത്റൂം ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മോശം ബാത്റൂം അവിടെ ഏതൊരു പറമ്പിലത്തെ കാട്ടി വന്നിട്ട് അവിടെ പോയി കുളിച്ചോ, ബാത്റൂം ചെയ്തോ, അല്ലെങ്കിൽ അപ്പുറത്ത് ദാബിയിട്ട് അവിടെ പൊക്കോന്ന് പറഞ്ഞു. ഇത് ഇവർക്ക് നല്ല വൃത്തിയിൽ ഉപയോഗിക്കുക. വൃത്തിയെന്നൊന്നും പറയാനൊന്നുമില്ലേ, മരുടെ വൃത്തിയൊക്കെ അറിയാമല്ലോ. ഇപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ, ഇതാ ഇതിൻ്റെ ബാക്കിൽ ഇതിൽ കൂടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓ നല്ല കേരളത്തിൽ അങ്ങനെ ആണെങ്കിലല്ലേ എൻ്റെ മോനെ, ഇവനൊക്കെ ഞാൻ ചവിട്ടിയല്ലോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ. ഇന്ന് ഒരു വൃത്തിയായിട്ട് സ്വഭാവമുള്ളവർ. ഇന്നലെ രാത്രി താമസിച്ച ജീവൻ്റെ പമ്പിൻ്റെ മുതലാളി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. ബാൽക്കണിയിലൊക്കെ കയറി കിടന്നു എന്ന് പറഞ്ഞു, സപ്പോർട്ട് ചെയ്തു. മലയാളി ഉണ്ട് അപ്പുറത്ത്, സൂക്ഷിച്ച് പോകണട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് പക്കാ ലോക്കൽ കർണാടക ഇവിടുത്തെ നാട്ടുകാരാണ് കേട്ടോ. മറ്റത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനാണ്. ആൾ B.Tech അങ്ങടെ കഴിഞ്ഞത്. 38 വയസ്സുണ്ട് ആൾക്ക്. ഇന്നലെ കണ്ടിട്ടുള്ള ആൾ കേട്ടോ. ആൾക്ക് 38 വയസ്സുണ്ട്. B.Tech കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയർ ആണെന്നുണ്ട്. സിവിൽ കൺസ്ട്രക്ഷൻ ഇതിലാണെന്ന് പറഞ്ഞത്. ഇത് പക്ക പാനും ചവച്ച് ഒരു മാതിരി ഒരു കൂറ സാധനം കേട്ടോ. മാനേജർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട അങ്ങേര് ചെറുപ്പം പയ്യനാണ്, ചെറുപ്പം ചെക്കനാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ഇതെടുത്ത് വെച്ചു, പുറത്തെടുത്ത് വെച്ചു. ഞാൻ പ്രോട്ടീൻ ഷേക്ക് പറഞ്ഞ് ഉണ്ടാക്കി കേട്ടോ. പ്രോട്ടീൻ ഷേക്ക് ഒരു സ്കൂപ്പ് എടുത്തിട്ട് അത് ഉണ്ടാക്കി, അത് കുടിച്ചു. കാരണം ഇന്ന് എന്തായാലും 100 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു 200 അടുപ്പിച്ച് കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നല്ല രസമായിരിക്കും കേട്ടോ. പൂനെ, ലോണാവാല, മുംബൈ ആ സൈഡാണ് ഇത് പിടിക്കുന്നത്. ഇത് ഒരു ബോർഡർ ആ ഒരു ഇതായതുകൊണ്ട് ഒരു ഇതില്ല, ചവിട്ടാനായാലും ഒരു ഇതായാലും ഒരു ഇതില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഞാനൊരു 8 മണിക്ക് ആകുമ്പോഴേക്കും കിടന്നുറങ്ങും കേട്ടോ. 8 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. പുലർച്ചെ ഒരു 4-5 മണിയാകുമ്പോൾ ആകുമ്പോൾ എണീക്കും. സോ എന്തായാലും അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉള്ളത്, 7 മണി വരെ ഉള്ളത്. സോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. അവിടെ അവർക്ക് വലിയ ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സേഫായിട്ട് കിടക്കാം. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇവരുടെ സുഖവിവരം ഇന്ത്യൻ ഓയിലിൽ അന്വേഷിക്കാൻ വന്നതല്ലല്ലോ, നമ്മൾ കാശ്മീർ ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. സ്റ്റേ ട്യൂൺ ഗൈസ്. ഓരോരോ അനുഭവങ്ങൾ അതൊക്കെ ആയിട്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.